എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം, നിങ്ങളുടെ സ്കൂൾ വരെ ഒന്ന് വന്നു പോകാമോ എന്ന് സ്നേഹപൂർവ്വം ചോദിക്കുകയും മുൻപേ പോൾ സാറിൻ്റെ ക്ഷണം ഇവിടെ പെൻഡിങ്ങായി കിടക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും വരേണ്ടതുണ്ട് എന്നതുകൊണ്ട് തിരക്കുകൾക്കിടയിൽ ഓടി ഇവിടെ വരെ വരികയായിരുന്നു. സാധാരണ CBSE സിലബസിലുള്ള സ്കൂളുകളിൽ പോകുമ്പോൾ അവിടെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങളാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. ഇവിടെ വന്നപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നുവെന്ന് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമുണ്ടായി. അടുത്തിടെ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രഭാഷണത്തിന് ഇതുവേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കോറിഡോറിൽ എഴുതി വച്ചിരിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് 100 രൂപ ഫൈൻ എന്ന്. ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഞാൻ 100 രൂപ ആദ്യമേ തരാം, ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്കല്ല മലയാളം സംസാരിക്കുന്നവർക്ക് ഫൈൻ എന്ന്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് അത്രയൊന്നും വശമില്ല, ഞാൻ മലയാളത്തിലേ സംസാരിക്കുകയുള്ളൂ, 100 രൂപ ഫൈൻ ഞാൻ ഇപ്പോഴേ തന്നേക്കാമെന്ന്. എന്തായാലും ഇവിടെ സ്കൂളിൽ മലയാളമൊക്കെ സംസാരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പുറം ദേശങ്ങളിൽ പോവുകയും അവരോട് സംവാദിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുമ്പോൾ സാധാരണയായി ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിൽ പോലും കേരളത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോഴൊക്കെ മലയാളത്തിൽ തന്നെ സംസാരിക്കുവാനുള്ള ഒരു ശ്രമം ഞാൻ എപ്പോഴും നടത്താറുണ്ട്. അത് നമ്മുടെ മാതൃഭാഷയാണ് എന്നതുകൊണ്ട് മാത്രമല്ല, മലയാളം ഐച്ഛിക വിഷയമായി എടുത്തു പഠിക്കുകയോ അതിൽ ഗവേഷണം നടത്തുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാധാരണ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അതിൽ നിന്നാണ് പിന്നീട് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ കഴിവ് സാഹിത്യമാണ് എന്ന് മനസ്സിലാവുന്നതും പിന്നീട് സാഹിത്യത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അങ്ങനെ മലയാള ഭാഷ കൊണ്ട് ജീവിക്കാം, അതിൽ നിന്ന് അന്നം കണ്ടെത്താം എന്ന് വിചാരിച്ച് സാഹിത്യത്തിലേക്ക് വരാത്ത ഒരാളെന്ന നിലയിൽ മലയാള ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ മനോഹാരിതയും കണ്ടുകൊണ്ട് അതിലിറങ്ങുന്ന സാഹിത്യ പുസ്തകങ്ങൾ വായിച്ച് ഹൃദിസ്ഥമാക്കിയതിലൂടെ മലയാളത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരാളെന്ന നിലയിൽ നിങ്ങളോട് മലയാളത്തിൽ സംസാരിക്കുന്നതിലൂടെ മലയാള ഭാഷയുടെ സൗന്ദര്യം എന്താണ് എന്നും മലയാള ഭാഷയിൽ രചിക്കുന്നത് കൊണ്ട് മലയാള ഭാഷയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹിത്യകൃതികൾ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല എന്നുകൂടി പറയാൻ കൂടിയാണ്. കാരണം ആടുജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം രചിക്കുകയും അത് ഇത്ര മലയാളം എന്ന് ഒരു ചെറിയ ഭാഷ അല്ലെങ്കിൽ മലയാളത്തെ മോശമായി കാണുന്ന അനേകരുടെ ഇടയിൽ നിന്നുകൊണ്ട് മലയാളം അത്ര ചെറിയ ഭാഷയല്ല എന്നും അതുപോലെയുള്ള ഒരു പുസ്തകം 10ലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുവാനും പല അന്തർദേശീയ പുരസ്കാരങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുവാനും പല അന്തർദേശീയ സാഹിത്യ ഉത്സവങ്ങൾക്കും നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലുമൊക്കെ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകാനുമൊക്കെ കഴിഞ്ഞത് മലയാള ഭാഷയിൽ തന്നെ എഴുതിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിദേശ ഭാഷകളിൽ പ്രാവീണ്യം നേടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളിൽ എത്താൻ കഴിയൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റമെന്നും മലയാളം കൊണ്ടും നമുക്ക് വേണമെങ്കിൽ ഉന്നതമായ നിലകളിൽ എത്തിച്ചേരാമെന്നും ഒരു ഉദാഹരണമെന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സാഹിത്യം എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കഥയുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ എഡ്വേർഡോ ഗലിയനിയുടെ ഓപ്പൺ വെയിൻ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള ഒരു ചെറിയ കഥയാണിത്. ഒരിക്കൽ ഒരു വൃദ്ധൻ മരണം കാത്ത് കിടക്കുകയായിരുന്നു. അയാളുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഇരുട്ട് മാത്രം, സങ്കടം മാത്രം, നിരാശ മാത്രം, മരണം മാത്രം മുന്നിലെന്ന ഘട്ടത്തിൽ വെച്ച് ഈ വൃദ്ധൻ്റെ വളരെ അടുത്തുള്ള 2 കള്ളന്മാർ ഒരു രഹസ്യം തിരിച്ചറിയുന്നു. ഈ വൃദ്ധൻ്റെ കയ്യിൽ ഒരു വലിയ നിധി ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യം തിരിച്ചറിഞ്ഞു. ആ കള്ളന്മാർ 2 പേരും കൂടി ഒരു ദിവസം രാത്രി പമ്മിപ്പതുങ്ങി വൃദ്ധൻ്റെ വീട്ടിലെത്തി ഉറങ്ങിക്കിടന്ന വൃദ്ധനെ കട്ടിലോടുകൂടി എടുത്തു മാറ്റി വൃദ്ധൻ കട്ടിലിനടിയിൽ കുഴിച്ചിട്ടിരുന്ന ഒരു പെട്ടി മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ പോകുന്നു. വീട്ടിൽ ചെന്ന് ഈ പെട്ടി അവർ തുറന്നു നോക്കുമ്പോഴാണ് കള്ളന്മാർക്ക് മനസ്സിലാകുന്നത് തങ്ങൾ വല്ലാതെ പറ്റിക്കപ്പെട്ടുവെന്നും
തങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ഈ പെട്ടിക്കകത്ത് തങ്ങൾ ആഗ്രഹിച്ചതുപോലെ പണവും സ്വർണവും ഒന്നുമില്ലായിരുന്നുവെന്നും ഉണ്ടായിരുന്നത് കുറേ പഴഞ്ചൻ കത്തുകൾ മാത്രമായിരുന്നു എന്നും മനസ്സിലാവുന്നത്. അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഈ വന്ന കാലത്ത് കഷ്ടപ്പിടിച്ച് ഒരു മോഷണം നടത്തിയിട്ട് കിട്ടിയത് കുറേ പഴഞ്ചൻ കത്തുകളാണല്ലോ എന്ന് കരുതി അവരത് കത്തിച്ച് കളയാൻ തുടങ്ങുമ്പോൾ അതിൽ ഒന്നാമത്തെ കള്ളൻ പറഞ്ഞു, ശരി, നമ്മൾ വല്ലാതെ പറ്റിക്കപ്പെട്ടില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വൃദ്ധനെ തിരിച്ച് അങ്ങോട്ട് പറ്റിക്കാം. അവർ രണ്ടുപേരും കൂടി ആ കത്തുകൾ ഓരോന്നായി എടുത്ത് പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് പുതിയ വിലാസമൊക്കെ എഴുതി മനോഹരമായി ഈ കത്ത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചിരുന്നു, വൃദ്ധൻ മരണം കാത്തുകിടന്ന ഒരാളാണ്. അയാൾക്ക് ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് അയാളെ തേടി ഒരു കത്ത് വരുന്നത്. അയാൾ വളരെ സന്തോഷത്തോടുകൂടി, ആരാണ് തനിക്കൊരു കത്തയച്ചത്, തന്നെ ആരും ഓർക്കാനുണ്ടായിരുന്നില്ലല്ലോ, ആരാണ് എന്ന് കരുതി അയാളത് പൊട്ടിച്ചു വായിക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് താൻ ഈ കത്ത് എന്ന് പറയുന്നത് തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ കൂട്ടുകാരി തനിക്ക് അയച്ച കത്തുകളായിരുന്നു എന്നും ഇത് താൻ ആരോരും അറിയാതെ ഈ കട്ടിലിനടിയിൽ കുഴിച്ചിട്ടതാണ് എന്നും അയാൾക്ക് മനസ്സിലാവുന്നത്. എങ്കിൽ പോലും അയാൾ ഓരോ ദിവസവും ഈ കത്തുകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും കള്ളന്മാർ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. അവരുടെ അതുവരെ ഉണ്ടായിരുന്ന വൃദ്ധൻ്റെ ജീവിതം നിരാശയിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോവുകയും അയാൾ മരണത്തെ മറന്നുപോവുകയും അയാളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വലിയ കിരണങ്ങൾ വന്നു പതിക്കുകയും ചെയ്തു. ഓപ്പൺ വെയിൻ ഓഫ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ലാറ്റിൻ അമേരിക്കയിലെ തന്നെ മറ്റൊരു വളരെ പ്രശസ്തയായ എഴുത്തുകാരി ഇസബെല്ല ആലന്തയാണ്. ഇസബെല്ല ആലന്ത പറയുന്നു, സാഹിത്യവും കലകളും നമ്മളോട് ചെയ്യുന്നത് ഇതാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിനടിയിൽ കിടക്കുന്ന രഹസ്യങ്ങളെ എഴുത്തുകാരൻ എന്ന് പറയുന്ന മോഷ്ടാവ് മോഷ്ടിച്ചു കൊണ്ടുപോയി പുതിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് നമുക്ക് തന്നെ തിരിച്ചു തരുന്ന പ്രക്രിയയുടെ പേരാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ജീവിതത്തിലെ നിരാശകളെ മാറ്റുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും നമ്മുടെ ജീവിതത്തെ ശുഭപ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതാണ് സാഹിത്യം പഠിക്കുന്നതിലൂടെ, വായിക്കുന്നതിലൂടെ, പുസ്തകങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വിദ്യാലയത്തിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ബൗദ്ധികമായ വളർച്ചയ്ക്ക് വേണ്ടുന്ന അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സമാന്തരമായി വളർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ് നിങ്ങളുടെ മാനസികമായ വളർച്ച എന്ന് പറയുന്നത്. ഇമോഷണൽ ഗ്രോത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നമ്മളുടെ എല്ലാ തരങ്ങളിലും, അങ്ങനെ ഭൗതിക വളർച്ച മാത്രമല്ല നമ്മളുടെ ജീവിതമെന്നും വൈകാരികമായ ഒരു വളർച്ച കൂടി സമാന്തരമായി നാം നേടേണ്ടതുണ്ട് എന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് നൽകുന്ന ഇടമാണ് സാഹിത്യം, അത് നൽകുന്ന ഇടമാണ് കലകൾ, സംഗീതം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് വലിയ വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മളുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ചെറുപ്പക്കാർ ധാരാളം തെറ്റായ പ്രവണതകളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. മോഷണം നടത്താൻ പോകുന്നു, പിടിച്ചുപറിക്ക് പോകുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു, കൂട്ടുകാരിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തെല്ലാം തരം അപകടകരമായ പ്രവണതകളിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ഉന്നതിയിലുള്ളവരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിക്കുന്നതല്ല ജീവിത പാഠമെന്നും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സമൂഹത്തിൽ നിന്നും ചിലതുകൂടി പഠിക്കാനുണ്ട് എന്നും മനസ്സിലാകുന്നത്. അത് നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും മികച്ച ഇടമാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. വായന എന്തുകൊണ്ട് നിങ്ങൾ ശീലമാക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ അധ്യാപകർ ധാരാളമായി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കണം എന്നത്. നിങ്ങളുടെ പ്രായത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായമാണ് ഏറ്റവും മനോഹരമായി വായനയെ കൊണ്ടുപോകാൻ മികച്ച സമയം എന്നുള്ളത്. ഒന്നാമതായി വായന നമുക്ക് ഏകാഗ്രത നൽകുന്നു എന്നുള്ളതാണ്. ബഹളമയമായ നമ്മളുടെ ഈ ലോകത്ത് നമുക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. നിങ്ങളൊരു ടി വിയിലൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും 5 നിമിഷത്തിലധികം നിങ്ങൾക്കത് കാണാൻ കഴിയാതെ നിങ്ങളിങ്ങനെ തവള ചാടുന്നത് പോലെ ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധാപൂർവം നിങ്ങളുടെ പാഠപുസ്തകങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? കഴിഞ്ഞതിൻ്റെ മുമ്പലത്തെ വർഷം IAS ടോപ്പർ കിട്ടിയ പെൺകുട്ടിയോട് എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ രീതിയെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത്, നമ്മളുടെയൊക്കെ കുഴപ്പം നമ്മൾ
പഠിക്കുന്നുവെന്ന് പറഞ്ഞ് പുസ്തകം തുറന്നു വെച്ച് 3 മിനിറ്റ് നേരം പഠിക്കുകയും ബാക്കി 30 മിനിറ്റ് നേരം നമ്മൾ പഠിക്കുന്നുവെന്ന് നമ്മളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പഠിക്കുന്ന അത്രയും നേരം ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ കഴിയുമെങ്കിൽ IAS 1ാം റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ ഒരു കുഴപ്പമായി ഇന്ന് മാറിയിരിക്കുകയാണ് ധാരാളം ബഹളത്തിനിടയിൽ. അങ്ങനെ ഉള്ള നമുക്ക് പുസ്തകങ്ങളിലേക്ക്, അക്ഷരങ്ങളിലേക്ക് ഏകാഗ്രതമായി ഇറങ്ങിപ്പോകാനുള്ള ഒരു നല്ല വഴിയാണ് കഥാപുസ്തകങ്ങൾ വായിക്കുക എന്നത്. കഥകൾ നിങ്ങളെ സന്തോഷിപ്പിക്കും. ആ സന്തോഷത്തിലൂടെ നിങ്ങൾ അക്ഷരങ്ങളുമായി സ്നേഹം ആവുകയും അത് നിങ്ങളുടെ മറ്റ് പഠനങ്ങൾക്ക് വലിയ സഹായമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് വായന നമ്മൾ കൂടെ കൊണ്ട് നടക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായി, വായന നമ്മളെ ഈ കൊച്ചു ജീവിതത്തിനുള്ളിൽ അനേകം ജീവിതങ്ങൾ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ നഗരത്തിൻ്റെ, കേരളത്തിൻ്റെ കൊച്ചു ഇടങ്ങളിൽ ജീവിക്കുമ്പോൾ മറ്റനേകം ദേശങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുന്നത്, അവിടുത്തെ ജീവിതം എങ്ങനെ, അവരുടെ ഭാഷ എങ്ങനെ, അവരുടെ സംസ്കാരം എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വഴിയാണ് സാഹിത്യം എന്ന് പറയുന്നത്, പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, കഥകൾ എന്ന് പറയുന്നത്. നിങ്ങളൊരിക്കലും കണ്ടിട്ടില്ലാത്ത കുട്ടനാടിൻ്റെ ജീവിതവും അവിടുത്തെ കാർഷിക സംസ്കൃതിയും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തകഴിയുടെ, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തകഴിയുടെ കൃതികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടുത്തെ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെയോ യോസയുടെയോ പോലെയുള്ള വലിയ എഴുത്തുകാരുടെ കൃതികളാണ് വായിക്കുന്നത്. 100 വർഷം മുമ്പ് റഷ്യയിൽ വിപ്ലവം നടക്കുമ്പോൾ സർ ചക്രവർത്തിമാരുടെ കാലത്തെ ജീവിതം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഒരു ചരിത്ര പുസ്തകവുമല്ല വായിക്കുന്നത്. ടോൾസ്റ്റോയിയുടെ പോലെ അല്ലെങ്കിൽ ദസ്തയേവ്സ്കിയെ പോലെയുള്ള മഹാന്മാരായ എഴുത്തുകാരുടെ നോവലുകൾ വായിക്കുമ്പോഴാണ് ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നും ജീവിച്ചതെന്നും ഇതാണ് അവരുടെ ഭാഷാ സംസ്കാരം, വേഷം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും നമ്മൾ പല വിധത്തിലുള്ള ജീവിതങ്ങളെ അഭിമുഖീകരിച്ചവരുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാവുകയും ചെയ്യുന്നത്. നമ്മളും ജീവിതത്തിൽ ഇനി വരും കാലങ്ങളിൽ അനേകം പുതിയ അനുഭവങ്ങളെ നേരിടാൻ പോവുകയാണ്. അപ്പോഴൊക്കെ പതറാതെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആൻ ഫ്രാങ്കിൻ്റെ ഒരു ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് യുദ്ധമുഖത്തിരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ സങ്കടം നമ്മളൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത, അനുഭവിക്കാൻ ഇടയാവരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ എങ്ങനെ നേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വായന നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. വായന നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം പറഞ്ഞല്ലോ, ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കാത്ത സ്വപ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത് എന്ന്. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണാൻ പഠിക്കുക. ഇന്നത്തെ കാലം സ്വപ്നം കാണുന്നവരുടേതാണ്. ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ്. ഞങ്ങൾ പറയാറുണ്ട്, എന്തുകൊണ്ടാണ് വളരെയധികം കഷ്ടപ്പെട്ട് വെയിലിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ തൊഴിലാളിക്ക് കുറഞ്ഞ ശമ്പളവും AC റൂമിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുന്ന ആർക്കിടെക്റ്റിന് വലിയ ശമ്പളവും എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് തമ്മിൽ സ്വപ്നം കാണാൻ അറിയാവുന്നവരെ ആണ് ഇന്ന് ലോകത്ത് മൂല്യം കൂടുതൽ എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടമായ ബുർജ് ഖലീഫ എവിടെയാണ് ആദ്യമായി പണി കഴിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് സ്വപ്നം കണ്ട ആർക്കിടെക്റ്റിൻ്റെ മനസ്സിനുള്ളിലാണ്. അയാളാണ് ആ കെട്ടിടം സ്വപ്നം കണ്ടത്. അതിൻ്റെ ചില്ലുകവാടങ്ങൾ, അതിൻ്റെ ഉയരങ്ങൾ, അതിൻ്റെ ജനാലകൾ, അതിൻ്റെ രൂപഭംഗി എല്ലാം സ്വപ്നം കണ്ടത് ഒരു മനുഷ്യനാണ്. അയാളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക മാത്രമാണ് മറ്റുള്ളവർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഏതു മേഖലയിൽ, നിങ്ങൾ എഞ്ചിനീയർ ആവാൻ ശ്രമിച്ചാലും, ഡോക്ടർ ആവാൻ ശ്രമിച്ചാലും, ആർക്കിടെക്ട് ആവാൻ ശ്രമിച്ചാലും, നിങ്ങൾ ഏതു മേഖലയെ നിങ്ങളുടെ ഇഷ്ടവിഷയമായി എടുത്താലും, നിങ്ങൾ നിങ്ങളുടെ മേഖലയിലെ സ്വപ്നം കാണുന്നവരാകുമ്പോഴാണ് നിങ്ങൾ ലോകത്തിൽ മികച്ച വിജയം കൈവരിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അങ്ങനെ വിജയം വരിച്ചവരുടെ അല്ലെങ്കിൽ സ്വപ്നം കണ്ടവരാണ് നമുക്ക് ഈ ലോകം മുഴുവൻ പകർന്നു തന്നത്, ഈ ലോകത്തെ ഇത്ര മനോഹരമാക്കി നിർത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നോ ഒരിക്കലും ഒരു കുട്ടി കണ്ട ഒരു ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷിയെ കണ്ടുകൊണ്ട് അയ്യോ ഇതുപോലെ എനിക്കും പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ സ്വപ്നമാണ് പിന്നീട് റൈറ്റ് സഹോദരന്മാർ നമുക്ക് വിമാനങ്ങളുടെ രൂപത്തിൽ പകർന്നു തന്നത്. സ്വപ്നം കാണുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെപ്പോലെയുള്ള ഏതോ ഒരു മടിയൻ ലോകത്തിൻ്റെ ഏതോ ഒരു മൂലയിലിരുന്ന് സ്വപ്നം കണ്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന സാധനം വന്നത്. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് പോയി TV-യുടെ സ്വിച്ച് ഞെക്കാൻ മടിയുള്ള ഒരു മനുഷ്യൻ എവിടെയൊരു സ്വപ്നം കണ്ടു, ദൈവമേ എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ TV-യുടെ ചാനൽ മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് വിചാരിച്ച് സ്വപ്നം കണ്ടതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇതിലേക്ക് വന്നത്. അങ്ങനെ ലോകത്തെ എല്ലാവിധ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ
വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നായി വായന മാറുന്നുണ്ട് എന്നുള്ളതാണ്. വായന നമ്മളെ നാലാമതായി തോൽക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും മുതിർന്നവരും എപ്പോഴും നിങ്ങളോട് ജയിക്കൂ ജയിക്കൂ, നിനക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര ശതമാനം കിട്ടി, എത്ര ഗ്രേഡ് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു എഴുത്തുകാരൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ തോൽക്കാനും പഠിക്കണമെന്ന്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ജയിക്കുന്നവർ മാത്രമല്ല നമ്മൾ, ചിലപ്പോഴൊക്കെ തോൽക്കാൻ കൂടി ഉള്ളവരാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവണം. മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ ഞാൻ തോറ്റുപോകുമല്ലോ എന്ന് കരുതി അവരോട് മുറുമുറുക്കുകയല്ല, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവർ ഈ വഴക്ക് പറയുന്നത് എന്ന് അധ്യാപകൻ ശാസിക്കുമ്പോൾ അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു തോറ്റുകൊടുക്കൽ മനസ്ഥിതി നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അത് നമ്മൾ വല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ തോൽക്കുന്ന ഒരു ക്രിക്കറ്റ് കളി നമുക്ക് കാണാൻ മനസ്സില്ല. ഇന്ത്യ തോൽക്കുമെന്ന ഘട്ടത്തിൽ വെച്ച് നമ്മൾ വിരാട് കോഹ്ലിയെയും അയാളുടെ കാമുകിയെയും ചീത്ത വിളിച്ചിട്ട് നമ്മൾ TV ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട മോഹൻലാലിന് ഇടികൊള്ളുന്ന ഒരു സിനിമ കാണാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വിജയിക്കുന്ന കഥാപാത്രങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാണുന്ന ഒരു കളിയിൽ, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന ഒരു സിനിമയിൽ നമുക്ക് ഒരു തോൽവി അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അനേകങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഒരു പരീക്ഷയ്ക്ക് 99.8% മാർക്ക് കിട്ടിയില്ല എന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കാലമാണിത്. അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്നും, അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു കുന്തവും സംഭവിക്കില്ല എന്നും ആത്മാഭിമാനത്തോടെ വിചാരിക്കുകയും നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമ്മളുടെ കഴിവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വേണം. അങ്ങനെ തോറ്റുപോയവരൊക്കെ ഇവിടെ ആത്മഹത്യ ചെയ്യാനായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ലോകം ആദരിക്കുന്ന നല്ലൊരു ശതമാനം മനുഷ്യരും ഇവിടെ കാണുകയില്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. കേരളം ഭരിച്ച 3 മുഖ്യമന്ത്രിമാർ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആദരിക്കുന്ന സച്ചിൻ തെണ്ടുൽക്കർ 10ാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച ആളാണ്. നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥ സൂക്കർബർഗ് കോളേജിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ്. പക്ഷേ അവരൊക്കെ ചെയ്തത് എന്താണ്? പോയി ആത്മഹത്യ ചെയ്യല്ല ചെയ്തത്, പക്ഷേ പകരം തങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി അതിനെ വളർത്താൻ ശ്രമിക്കുകയും അതിൽ മികച്ച ആളുകളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നു പിറന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് എന്നും, അത് നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ ഒരു വലിയ കഴിവ് നിക്ഷേപിച്ചുകൊണ്ടാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും അത് കണ്ടെത്തി വളർത്തുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ മികച്ചവരാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തോൽവിയെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുകയാണ്. 2004 ഒളിമ്പിക്സ് ഓട്ട മത്സരങ്ങൾ നടക്കുകയാണ്. ഒളിമ്പിക്സ് മാരത്തോൺ ഓട്ട മത്സരങ്ങൾ. നിങ്ങൾക്കറിയാം, മാരത്തോൺ ഓട്ടം എന്ന് പറയുന്നത് 2 മണിക്കൂറധികം നീളുന്ന വലിയ സുദീർഘമായ ഓട്ട മത്സരമാണ്. ഈ ഓട്ട മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അവിടുത്തെ ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഓട്ടം അവസാനിക്കുമെന്ന ഘട്ടത്തിൽ വെച്ച് ബ്രസീലിയൻ ഓട്ടക്കാരനായ വാണ്ടർലി ഡിലീമ 1ാമതായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ യൂറോപ്യനായ ഒരു ഓട്ടക്കാരൻ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ അമേരിക്കക്കാരനായ ഒരു ഓട്ടക്കാരൻ. അങ്ങനെ 3 പേരും കൂടി ഇങ്ങനെ വാശി വെച്ച് ഓടുന്നതിനിടയിൽ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ നിന്നും ഭ്രാന്തനായ ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് വാണ്ടർലി ഡിലീമ എന്ന് പറയുന്ന ബ്രസീലിയൻ ഓട്ടക്കാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിലേക്ക് പോകുന്നു. എല്ലാവരും പകച്ചുപോയി. അമ്പയർമാരും റഫറിമാരും പോലീസുകാരും ജനങ്ങളും എല്ലാവരും കൂടി പകച്ച് ഈ ഭ്രാന്തൻ്റെ കയ്യിൽ നിന്നും വാണ്ടർലി ഡിലീമയെ മോചിപ്പിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും മറ്റ് 2 പേരും മുന്നിൽ കയറി ഓട്ടം കിടഞ്ഞിരുന്നു. നമ്മളൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് വീണ് കരഞ്ഞ് അവിടെ നാശകോശമാക്കും. പക്ഷേ വാണ്ടർലി ഡിലീമ ധീരനായിരുന്നു. അയാൾ പിന്നെയും ഓട്ടം തുടർന്നു. അവസാനം 100 മീറ്റർ എത്തിയപ്പോഴേക്കും അയാൾക്ക് ഉറപ്പ് എന്ന് കരുതിയിരുന്ന സ്വർണ്ണ മെഡലും അതിൻ്റെ പിന്നാലെയുള്ള വെള്ളി മെഡലും പിന്നാലെ ഓടി വന്നിരുന്ന 2 പേരും കരസ്ഥമാക്കി കഴിഞ്ഞിരുന്നു. നമ്മളാണെങ്കിൽ അവിടെ വെച്ചെങ്കിലും നമ്മൾ ഓട്ടം അവസാനിപ്പിക്കും. വാണ്ടർലി ഡിലീമ അപ്പോഴും തളർന്നില്ല. അയാൾ തൻ്റെ 2 കൈകളും ഒരു ചിത്രശലഭത്തിൻ്റെ ചിറക് പോലെ വിടർത്തിക്കൊണ്ട് ട്രാക്കിന് ഇരുവശത്തേക്കും ഇങ്ങനെ ഓടിപ്പാടിക്കൊണ്ട് ആ ഓട്ടം പൂർത്തിയാക്കുകയും തനിക്ക് അർഹതപ്പെട്ട വെങ്കല മെഡൽ കുനിഞ്ഞ ശിരസോടുകൂടി പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങുകയും ചെയ്തു.
ഇതാണ് ജീവിതമെന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സ്വന്തമെന്ന് കരുതുന്ന, നമുക്ക് അർഹമെന്ന് കരുതുന്ന ചില സ്വർണ്ണ മെഡലുകളും വെള്ളി മെഡലുകളും ജീവിതത്തിൻ്റെ വിധിയിൽപ്പെട്ടിട്ട് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. അപ്പോഴൊക്കെ കുനിഞ്ഞ ശിരസ്സോടുകൂടി, അന്തസ്സോടുകൂടി, പുഞ്ചിരിയോടുകൂടി അത് ഏറ്റുവാങ്ങാൻ കഴിയണം. നിങ്ങൾക്കറിയാമോ ലോകം എങ്ങനെയാണ് വാണ്ടലി ഡിലിമയെ പിന്നീട് ആദരിച്ചതെന്ന്? അന്ന് ഒളിമ്പിക്സിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന വളരെ അത്യപൂർവമായി കൊടുക്കുന്ന ഒരു മെഡൽ കൂടി രണ്ടാമത് സമ്മാനിച്ചുകൊണ്ടാണ് വാണ്ടലി ഡിലിമയെ അന്ന് ലോകം ആദരിച്ചത്. ആ തോൽവിയുടെ മുന്നിൽ പതറാതെ നിന്ന ആ സംഭവത്തെ ഓർത്തിട്ട് പിന്നെയും ലോകം അദ്ദേഹത്തെ മറന്നില്ല. 2014 ബ്രസീലിൽ വെച്ച് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഒളിമ്പിക്സിൽ വിജയികളായ അനേകം സ്പോർട്സ് താരങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ തോൽവിക്ക് മുമ്പിൽ പതറാത്ത വാണ്ടലി ഡിലിമയെ തിരഞ്ഞെടുക്കുകയും വാണ്ടലി ഡിലിമയാണ് ഒളിമ്പിക്സ് ദീപശിഖയ്ക്ക് ദീപം കൊളുത്തുകയും ചെയ്തത്. നിങ്ങൾ എത്ര പേർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ബ്രസീലിൽ അനേകം മികച്ച കളിക്കാരുണ്ടായിട്ടും ഈ വാണ്ടലി ഡിലിമയെ പോലെ അത്ര പ്രശസ്തനല്ലാത്ത തോറ്റുപോയ ഒരാളെ ദീപശിഖ കൊളുത്താൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ തോൽവിയെ അയാൾ നേരിട്ട വിധമോർത്താണ്. ഇത്തരത്തിൽ നമുക്ക് ജീവിതത്തിലെ തോൽവികളെ അഭിമുഖീകരിക്കണമെങ്കിൽ ജീവിതത്തെ തോൽവികളെ അഭിമുഖീകരിച്ച അനേകം മനുഷ്യരുടെ ജീവിതങ്ങൾ നമുക്ക് പാഠമാവേണ്ടതുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിലെ നജീബ് നിങ്ങൾക്ക് ഒരു പാഠമാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളിലും അയാൾ വെച്ചു പുലർത്തുന്ന ഒരു പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ ഒരു തിരുനാളമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ആ പ്രതീക്ഷയുടെ തിരുനാളത്തിൻ്റെ മുന്നിലാണ് നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ അനേകം ആശങ്കകളുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അയ്യോ എൻ്റെ മാർക്ക് എങ്ങനെയാവും, നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നാളത്തെ എങ്ങനെയാണ് എൻ്റെ ജീവിതം എന്നുള്ള ഒരു ആധിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആനന്ദ് പറയുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിലൂടെയുള്ള ഒരു യാത്രയാണ്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വലിയ ഇരുട്ട്, മുന്നിലേക്ക് നോക്കിയാൽ ഇരുട്ട്. പക്ഷേ നമ്മളുടെ ഇന്നുകളെ പ്രകാശമാനമാക്കി നിർത്തുവാൻ നമ്മുടെ കയ്യിൽ ആത്മവിശ്വാസത്തിൻ്റെ വലിയ വെളിച്ചമുണ്ട്. അത് നമ്മളുടെ ഇന്നുകളെ ഓരോ ദിവസവും പ്രകാശമാനമായി നിർത്തുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഗുണനപ്പട്ടിക പഠിക്കുക, എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക എന്നൊക്കെ ഓർത്ത് എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വന്ന് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കതൊന്നും വലിയ പ്രശ്നമല്ലാതെ ഇരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെയാണ് നാളുകളെക്കുറിച്ചുള്ള ആശങ്കകളും. നിങ്ങളുടെ ഉള്ളിൽ ഈ ആത്മവിശ്വാസത്തിൻ്റെ വെളിച്ചവുമായി നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണോ നിങ്ങളാവാൻ ആഗ്രഹിക്കുന്നതായി തീരുവാൻ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷഭരിതമാക്കി തീർക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ വൈകാരികമായ ഒരു അംശം നമുക്ക് വളർത്തിക്കൊണ്ടുവന്ന് നല്ല മനുഷ്യരായി തീരുവാൻ, നമ്മളുടെ ജീവിതത്തിലെ വിജയപാതകളിലേക്ക് നയിക്കുവാൻ, നമുക്ക് തോൽവികളെ അഭിമുഖീകരിക്കാൻ പഠിക്കുവാൻ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ ദിവസത്തിൽ അരമണിക്കൂർ നേരമെങ്കിലും പുസ്തകങ്ങളോടൊപ്പം ചങ്ങാത്തത്തിലാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.